അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. ഇതിൽ പറഞ്ഞ ദുആകൾ ചൊല്ലി എല്ലാവരും പാവങ്ങളായ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം കണ്ണീച്ചോരയില്ലാത്ത കൊടും പൈശാചിക കാട്ടാള പ്രവർത്തനങ്ങളാണ് ഫലസ്തീനിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെ മറ്റു പിശാചുക്കൾ ചേർന്നാണ് ഇപ്പോൾ ഫലസ്തീനിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ, ആമീൻ. ഫലസ്തീനികൾക്ക് വിജയം നൽകട്ടെ. ദുആയാണ് നമ്മുടെ ആയുധം. അതിനാൽ എല്ലാവരും മനസ്സുരുകി പ്രാർത്ഥിക്കണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. അല്ലാഹുവിന്റെ വിധിയെ മാറ്റുന്ന ഒന്നാണ് പ്രാർത്ഥന. അതിനാൽ ഇനിയുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ട് എല്ലാവരും ധന്യമാക്കുക. ഇന്ന് പറയാൻ പോകുന്ന 2 ദുആകൾ എല്ലാവരും പഠിച്ചു മനസ്സിലാക്കി ദുആ ചെയ്യുക. അർത്ഥ സഹിതം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എഴുതി എടുക്കുക. മറ്റൊരാളുടെ ഉപദ്രവം, അക്രമം, പീഡനം പേടിച്ചും കഴിയേണ്ടി വന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ദുആ എല്ലാവരും ചൊല്ലുക. മുത്തുനബി ഒരു ജനതയെ ഭയന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ദുആയുടെ അർത്ഥം പറയാം. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം. അല്ലാഹുവേ, ശത്രുക്കളുടെ മുന്നിൽ ഞങ്ങൾ നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു. വനഊദു ബിക മിൻ ശുറൂരിഹിം. അവരുടെ ഷർറിനെ തൊട്ട്, ശല്യത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു റബ്ബേ എന്നാണ് ഈ ചെറിയ ദുആഇന്റെ അർത്ഥം. ഈ ദുആ ചൊല്ലുന്നതോടുകൂടെ മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ കാര്യവും ചെയ്യുക. നമ്മെ ആരെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടിക്കുകയോ ജീവിതത്തിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയോ ജീവിത ഭീഷണിയായി നിരന്തരം പ്രയാസപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലുക. യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുന്നു: സൂര്യൻ ഉദിക്കുന്ന സമയത്തും അർദ്ധരാത്രിയിലും, സൂര്യൻ ഉദിക്കുന്ന സമയത്തും അർദ്ധരാത്രിയിലും യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ഷി ശദീദ്, യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ഷി ശദീദ്, യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ഷി ശദീദ്. ഈ ദിക്ർ 100 പ്രാവശ്യം ഒരാൾ ചൊല്ലി ദുആ ചെയ്താൽ അവന്റെ ശത്രു പരാജയപ്പെടും. നമുക്ക് മുന്നിൽ പത്തിമടക്കും. ശല്യപ്പെടുത്തുന്നത് ഒഴിവാകും. അവന്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, അക്രമങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ 2 ദുആകൾ പഠിച്ചു ഇസ്രായേൽ ജൂതരാജ്യത്തിനെതിരെ ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശത്രുക്കൾ പരാജയപ്പെടട്ടെ. ഫലസ്തീൻ മക്കൾക്ക് വിജയം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും